അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വത്തഖുന്നാറല്ലതീ ഉഇദ്ദത് ലിൽകാഫിരീൻ വഅതീഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. സൂറ ആല ഇമ്രാൻ 130 മുതലാണ് ഇന്ന് നാം പഠിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. അക്കല തിന്നു, യഅ്കുലു തിന്നുന്നു, ലാ തഅ്കുലു നിങ്ങൾ തിന്നരുത്, അർരിബാ പലിശ തിന്നരുത്, അദ്ആഫൻ ഇരട്ടികളായി, മുളാഅഫ ഇരട്ടിക്കപ്പെടുന്നു. വത്തഖൂ നിങ്ങൾ ഭക്തിയുള്ളവരാവുക, തഖ്വയുള്ളവരാവുക, അല്ലാഹുവിനോട്. ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം. വത്തഖുന്നാർ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അല്ലതീ ഉഇദ്ദത് അത് ഒരുക്കപ്പെട്ടതാണ്, ലിൽ കാഫിരീൻ കാഫിറുകൾക്ക്. വഅതീഉല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വറസൂൽ റസൂലിനെയും, ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾ കരുണ കാണിക്കപ്പെട്ടേക്കാം. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ഇരട്ടിക്കിരട്ടിയായി പലിശ തിന്നരുത്. അള്ളാഹുവോട് ഭക്തിയുള്ളവരാവുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. സത്യനിഷേധികൾക്കായി ഒരുക്കിയ നരകത്തെ സൂക്ഷിക്കുക. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പലിശയെക്കുറിച്ച് പറയുന്നു. ഖുർആനിൻ്റെ ഒരു ശൈലി നമ്മുടെ ഖൽബുകളോടുള്ള സംസാരമാണ്. ഖുർആൻ ഖൽബിനോടുള്ള സംസാരം. ഖൽബിൻ്റെ ഒരു സഞ്ചാര രീതിയുണ്ട്, സഞ്ചാരപഥം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ പോവാം. ഒരു വിഷയത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഏതോ നിലക്ക് ബന്ധമുള്ള വേറൊരു വിഷയത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ അങ്ങനെയാണ് സംസാരിക്കുക. ഇത് തമ്മിൽ ഉള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് 2 സംഗതികളാണ് വേണ്ടത്. അതിലൊന്ന് ശരീരമാണ്, മറ്റൊന്ന് സമ്പത്താണ്. ഇത് രണ്ടും വേണം. ഈ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്, ആവർത്തിച്ചു പറയുന്നുണ്ട്. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. ശരീരം ഒരു കൂട്ടരും സമ്പത്ത് വേറെ, അങ്ങനല്ല. ഉള്ളത് എന്താണോ അത്, എത്ര കുറവാണെങ്കിലും അത് ഈ മാർഗത്തിൽ ചെലവഴിക്കണം എന്നാണ്. ഉഹുദില് എന്താ സംഭവിച്ചത്? ഉഹുദില് യഥാർത്ഥത്തിൽ വിശ്വാസികൾ
സമ്പത്തിനോട് പുലർത്തേണ്ടുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ഒരു സ്ഖലിതം സംഭവിച്ചു. അതെന്താണ്? ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നത് കണ്ട സഹപ്രവർത്തകരെ അടുത്തേക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞിരുന്ന ആളുകൾ ഓടിച്ചെന്നു എന്നുള്ളതാണ്. സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ഖൈർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സമ്പത്തിനെ നമ്മുടെ വരുതിയിൽ നിർത്തണം. സമ്പത്തിന്റെ വരുതിയിൽ നമ്മൾ ആകാൻ പാടില്ല. അപ്പോൾ പണം സമ്പാദിക്കാം, അതിനൊരു പരിധിയൊന്നും അള്ളാഹു വെച്ചിട്ടില്ല. സമ്പാദിക്കുന്ന രീതിക്ക് മാത്രമാണ് പരിധി വെച്ചിട്ടുള്ളൂ. ഇത്ര പൈസ ഉണ്ടാവാൻ പാടുള്ളൂ എന്നില്ല. ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് തീവണ്ടി വിൽക്കുകയാണെങ്കിൽ പൈസ നിങ്ങൾക്ക് വാങ്ങണേന് വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? സ്കൂട്ടർ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നും വന്ദേ ഭാരത് വാങ്ങരുത് എന്നുള്ള നിയമമില്ല. വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ആവതുണ്ടെങ്കിൽ. പക്ഷേ വാങ്ങുന്ന നിങ്ങളുടെ സമ്പത്ത് ഹലാലായിരിക്കണം. ഇതാണ്. അപ്പൊ ചില സാമ്പത്തിക വ്യവസ്ഥകളിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ പരിധി ഉണ്ടാവും. ഇത്രയും പറ്റുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയല്ല, ഇത്രയും വാങ്ങാം. പക്ഷെ വാങ്ങുന്നത് ഹലാലായിരിക്കണം. വാങ്ങിക്കഴിഞ്ഞാലും അള്ളാഹ്ക്ക് പൊരുത്തമുള്ള രീതിയിൽ അത് വിനിമയം ചെയ്യാം. സമ്പത്ത് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കണം. സമ്പത്ത് നിയന്ത്രിക്കുന്ന രീതിയിൽ നമ്മളാവാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു സംഗതി. ഉഹുദിന്റെ രണാങ്കണത്തിൽ ജബൽ ഐൻ എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിർത്തിയ അമ്പെയ്ത്തുകാർ, ആ അമ്പെയ്ത്തുകാർ നിർത്തിയത് കൊണ്ട് അതിന് ജബൽ റുമാത്ത് എന്ന് പേര് വിളിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവർ ഇറങ്ങി വരാനുള്ള കാരണം സമ്പത്തിനെ നിർത്തേണ്ടിടത്ത് നിർത്തുന്നതിൽ ചെറിയൊരു പാളിച്ച എന്നൊക്കെ പറയാം. കാരണം അവരൊക്കെ എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാരാണ്. അവര് പോയത് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ. പാതി വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മുനാഫിക്കുകളിൽ അവർ പെട്ടിട്ടില്ലല്ലോ. അവര് വിശ്വാസികളായിരുന്നില്ലെങ്കിൽ, ഭൗതികമായ താല്പര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അവരാരെ കൂടെ പോവായിരുന്നു? അബ്ദുല്ലാഹിബിൻ ഉബൈന്റെ കൂടെ പോവായിരുന്നു. പക്ഷെ അങ്ങനൊന്നും അവർ പെട്ടിട്ടില്ല. അവർ മുന്നോട്ട് തന്നെ പോയവരാണ്. അപ്പൊ നമ്മളുമായി അവർക്ക് ശരിക്കും താരതമ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ വളരെ മോശക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ എത്രയോ അപ്പുറത്തുള്ള ഒരു ദർജയിലാണ് അവരുള്ളത്. പക്ഷെ അവർക്ക് എന്ത് പറ്റിപ്പോയി? ഒരു സൂക്ഷ്മതക്കുറവ് സംഭവിച്ചു. പക്ഷെ അതിനെ എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ഉള്ള പാഠമായിട്ടും മുന്നറിയിപ്പായിട്ടും പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അത് വിശകലനം ചെയ്തുകൊണ്ടിരിക്കെ ആ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക വ്യവഹാരത്തെ, അതിലുള്ള തിന്മയെക്കുറിച്ച് അല്ലാഹു തആല പറയാണ് ചെയ്യുന്നത്. അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തഅക്കുലുൽ റിബ, നിങ്ങൾ പലിശ ഭക്ഷിക്കരുത്. പലിശ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ പലിശ തിന്നരുത് എന്ന് മാത്രമല്ല. അല്ലെങ്കിലും പലിശ എങ്ങനെ തിന്നുക? അത് ഉപയോഗിക്കരുത് എന്നാണ്. അപ്പോൾ തിന്നരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ പൈസ കൊണ്ട് വീട് വാങ്ങാൻ പറ്റുമോ? ആ പൈസ കൊണ്ട് വണ്ടി വാങ്ങാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കണതിൽ അർത്ഥമല്ല. കാരണം നിങ്ങളത് തിന്നരുത് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളത് ഉപയോഗിക്കരുത്. അത് ആഫൻ മുളാഅഫ, ഇരട്ടി ഇരട്ടിയായി വരുന്ന പലിശ. അപ്പൊ ഇതിനെക്കുറിച്ച് ചിലർ പറയുന്നു ഖുർആൻ വിരോധിച്ചത് കൂട്ടുപലിശയെ മാത്രമാണ്. അതൊരു ദുർവ്യാഖ്യാനമാണ്. ഖുർആൻ എല്ലാ പലിശയെയും നിരോധിച്ചിട്ടുണ്ട്.
ഇവിടെ പറഞ്ഞത് ഇരട്ടി ഇരട്ടിയായുള്ള പലിശ. അറബികൾക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു, കടം കൊടുക്കും, എന്നിട്ടത് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കും. അപ്പൊ പറയും, നിനക്ക് മുതൽ തരാൻ കഴിയില്ലെങ്കിൽ ഈ എന്ത് ചെയ്തേക്ക്, പലിശ തന്നേക്കും. ആ പലിശയുടെ പലിശയും കൂടി വാങ്ങും. പലിശന്റെ പലിശ അല്ലേ, എന്താ അതിന് പറയാ, കൂട്ടുപലിശ എന്ന് പറയാ. പലിശ പിന്നെയും പലിശയാവുക, അത് വീണ്ടും പലിശയാവുക, അങ്ങനെ. ആ സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വേഗം പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പലിശ എല്ലാം അള്ളാഹു വിരോധിച്ചതാണ്. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കും എന്നാണ്. പരിശുദ്ധ ഇസ്ലാമിൽ മദ്യം നിരോധിച്ച ഒരു രീതിയുണ്ട്. മദ്യം നിരോധിച്ചു. എങ്ങനെ മദ്യം നിരോധിച്ചത്? ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇന്നു മുതൽ മദ്യം വേണ്ട എന്ന് പറഞ്ഞതല്ല. അങ്ങനെ ഒരു സമൂഹത്തെ സംസ്കരിക്കാൻ സാധ്യമല്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാമൂഹിക ജീവിതത്തിൽ പല എലമെന്റ്സും ഉണ്ടാവും, പലതരത്തിലുള്ള സംഗതികളും ഉണ്ടാവും. ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും, ശീലങ്ങൾ ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നൊരു സാധനം ചെയ്യാന്നുള്ളതല്ല. അത്തരം പരിഷ്കാരങ്ങൾക്ക് അധിക ആയുസ് ഉണ്ടാവില്ല. അപ്പോൾ ഘട്ടം ഘട്ടമായി ഒരു സമൂഹത്തെ പാകപ്പെടുത്തി കൊണ്ടുവരണം. ഈ പാകപ്പെടുത്തി കൊണ്ടുവരിക എന്നത് സത്യസന്ധമായിരിക്കുകയും വേണം. അതുകൊണ്ട് ആദ്യം ഖുർആൻ പറഞ്ഞത്, മദ്യത്തിൽ നിങ്ങൾക്ക് ദോഷമേറെയുണ്ട്, ചില ഉപകാരങ്ങളുണ്ടെങ്കിലും എന്നാണ്. എന്താ ചില ഉപകാരം? മദ്യത്തിന്റെ ഉപകാരം എന്താണ്? മനുഷ്യന്മാരെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ചില ഉപകാരം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാർക്ക് ഈ കയ്പുള്ള സാധനം, ഞാൻ ആദ്യം വിചാരിച്ചത് നല്ല രസമുള്ള സാധനമാണ്. അല്ല, എനിക്കറിയില്ല. പിന്നെ കുടിച്ചപ്പോഴാണോ മനസ്സിലായത് എന്നല്ല നിങ്ങളെ മനസ്സിലിപ്പോൾ ഉള്ളത്. കുടിച്ചാൽ മാത്രമല്ലല്ലോ മനസ്സിലാവുക. അപ്പോ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഈ സാധനം കന്നാസിലാക്കിയിട്ട് വിൽക്കണ ഒരു സാധു ഉണ്ടായിരുന്നു, ചിലപ്പുറത്ത് താമസിക്കുന്നു. അയാളെപ്പോഴും ഇങ്ങനെ കൈക്കോട്ട് ഒത്തിക്കൊണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും പറമ്പൊന്നും കളച്ചതായിട്ട് കാണുന്നുമില്ല, പക്ഷെ ഇയാൾ എപ്പോഴും കുത്തൽ. അപ്പൊ കൈക്കോട്ട് അയാളുടെ എന്താണ്, ഒരു അടയാളം മാത്രമാണ്. മൂപ്പര് പറമ്പ് കളിക്കുന്ന ആളല്ല. എക്സൈസുകാരും വരുമ്പം പറമ്പ് കളിക്കാന്ന് വിചാരിക്കും. ഇയാൾ പൊന്തക്കാട്ടിന്റെ ഉള്ളിൽ സാധനം വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിത് കൗതുകത്തോടെ ഇങ്ങനെ നോക്കിക്കൂ, ഇയാൾ എന്തായി ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് അത്ര സുഖകരമായി കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന്. കാരണം അത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൊടുക്കും വരുന്ന ആൾക്കാർക്ക്. എന്നിട്ട് അത് കുടിക്കണ മനുഷ്യന്മാരെന്തെല്ലാം കാട്ടല്, മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് ആകെ എട്ടങ്ങ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്ര ഇടങ്ങേറായിട്ട് ഇത് ആരോ നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന മാതിരി അല്ലേ. എന്നിട്ട് ഒരു കുടിക്കന്നെ. അപ്പൊ നമ്മളിപ്പോ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അന്നേരമുള്ള ഒരു മുഖഭാവം ഉണ്ടാവുമല്ലോ. ഒരു നല്ലൊരു ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? ഒരു ഇഷ്ടത്തോടെ. ഒരു കഷായം കുടിക്കുമ്പോഴുള്ള മുഖഭാവം എന്തായിരിക്കും? ഇത് കഷായം കുടിക്കുന്ന മുഖഭാവത്തെക്കാൾ കഠിനതരമായ മുഖഭാവം, മുക്കൊക്കെ പൊത്തി ഇങ്ങനെ കുടിച്ച്, എന്നിട്ട് അതവിടെ എത്തുമ്പോഴേക്ക് വേറെ എന്തോന്ന് എടുത്തിട്ട് നാവുമലൊക്കെ തേച്ച്. കാരണം വിക്സ് വരെ തേക്കും എന്നാ പറയണേ. അപ്പൊ ഇയാൾ ആരേലും എന്തോന്നുണ്ടാവും തൊട്ട് കൂട്ടാൻ കൊടുക്കാൻ. എന്നിട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ പോലാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ലേശം മെനക്കെട്ടൊരു പണിയാണ് കുടിക്കല്. എന്നിട്ടും എന്താ ആൾക്കാർ പറഞ്ഞിട്ടും കേൾക്കണില്ല, ഇയാൾക്കും നിർത്താൻ കഴിയണില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനൊക്കെ കൂടി അതെങ്ങനെങ്കിലും ഒന്ന് പള്ളയിൽ എത്തി കിട്ടിയാൽ ഇയാൾക്ക് എന്തോന്ന് കിട്ടുന്നുണ്ട്. അത് കേൾക്കൂല. ഉമ്മ കുടിച്ച വെള്ളം കഴുകാണ്ട് ഓൻ കുടിക്കൂല. ഉമ്മ കുടിച്ച വെള്ളത്തിന്റെ ഗ്ലാസ്
കികാണ്ട് കുടിക്കൂല. പക്ഷെ ഓന് നാട്ടുകാർ മൊത്തം കുടിച്ച ഈ സാധനം എന്ത് ചെയ്യാ, പൊട്ടിപ്പോവാണ്ട് കികേണ്ട ആവശ്യമില്ല. അതിൽ ഭയങ്കര മതസൗഹാർദ്ദമാണ്, ജാതി പ്രശ്നമല്ല, തീയരും നായരും ഒക്കെ ഒരേ ക്ലാസ്, തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതൊന്നുമില്ല. അപ്പൊ ഈ ഒരു 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 സംഗതി ഉണ്ടല്ലോ, ഒരു ഉപകാരം. ഏതുപകാരം? ഇവർക്ക് കിട്ടുന്ന എന്തോ ഒരു സാധനം അതുണ്ട്. അപ്പൊ അതുണ്ട് എങ്കിലും ഇതെന്താണ്, മൊത്തത്തിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് അതിന്റെ ഉപദ്രവം. അപ്പൊ ഇതാണ് ആദ്യം ഖുർആൻ പറഞ്ഞത്. അപ്പൊ തന്നെ ബുദ്ധിയുള്ള ആളുകള് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, അല്പാൽപമായിട്ട്. അപ്പോൾ ഇത് എല്ലാ കാര്യത്തിനും ബാധകമാണെന്നും പറയുന്നുണ്ട്. നമ്മൾ ഏതൊരു സംഗതി ചെയ്യുകയാണെങ്കിലും ഗുണമാണോ ദോഷമാണോ നോക്കിയിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ടത് തന്നെ ഗുണമാണോ ദോഷമാണോ കൂടുതൽ. ദോഷമാണ് കൂടുതലെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന ഒരു വിധി ഇതിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നവരുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലാവാൻ സുഖമാണെങ്കിലും പഞ്ചസാര ഒഴിവാക്കൽ അത്ര സുഖമല്ല അല്ലേ? അങ്ങനെയാണ്. അപ്പൊ ഗുണമാണോ ദോഷമാണോ കൂടുതൽ എന്ന് നോക്കി ദോഷം കൂടുതലുള്ളതിന് ഒഴിവാക്കലാണ് ബുദ്ധി എന്ന് ഇപ്പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നവരുണ്ട്. ആദ്യം അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യരുത്, നിസ്കാരത്തിന് വരുമ്പോൾ ലഹരി ബാധിച്ചവരായി വരരുത് എന്ന് പറഞ്ഞു. ഇവിടൊക്കെ ലഹരി എന്നാണ് ഉപയോഗിച്ചത്, മദ്യം എന്നല്ല. എന്ന് പറഞ്ഞാൽ മദ്യം പറ്റൂല ബാക്കിയൊക്കെ പറ്റും എന്നല്ല. അത് MDMA ആയാലും സ്റ്റാമ്പ് ആയാലും വേറെന്ത് സാധനം ആയാലും കുടിക്കണത് മാത്രം പ്രശ്നം എന്ന് വിചാരിക്കരുത്. ലഹരി ഉണ്ടാക്കുന്ന ഏത് സാധനവും. അപ്പോ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു, നിസ്കാരത്തെ നിങ്ങൾ സമീപിക്കുമ്പോൾ ലഹരി ബാധിച്ചവരായി വരരുത്. 5 വക്ത് നിസ്കരിക്കേണ്ട ഒരാള് പിന്നെ എപ്പോഴാ കുടിക്കുക? ഇഷാക്കേശട്ട ലേശം കുടിക്കേണ്ടി വരും അല്ലേ? ഇഷാക്ക് കുടിച്ചിട്ട് കിടന്ന് സുബയാവുമ്പോഴേക്ക് ലേശം ഒരു കെട്ടുവിടും. പിന്നെ ചിലപ്പോൾ ഒരു ലേശ സുബികേശവുമാണെങ്കിൽ കുടിക്കാൻ പറ്റും. കാരണം ലൊഹറാവുമ്പോഴേക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. കഴിച്ച് ബാക്കി സമയത്തുള്ള കുടി മൊത്തം നിന്നില്ലേ അല്ലേ? അപ്പൊ ഒരാൾ വിചാരിക്കാണ് മതി, ഇത്ര കിടങ്ങാറായിട്ട് ഇപ്പോ ഇങ്ങനെ ടൈം കണക്കാക്കിയിട്ട് വേണ്ടല്ലോ. അപ്പൊ സമൂഹത്തെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവന്ന് ഫഹൽ അൻതും മുൻതഹൂൻ, അല്ല നിങ്ങൾ വിരമിക്കാനായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് അത് സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. അപ്പൊ അന്ന് മദീനയിലെ തെരുവുകളിലൂടെ മദ്യം ഒഴുകി എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂക്ഷിച്ചു വെച്ചിരുന്ന വീപ്പകളൊക്കെ മറിച്ച് കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു. കുടിച്ചുകൊണ്ടിരുന്നവർ അവരുടെ വായിൽ കയ്യിലിട്ട് ഛർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ട് ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടും അമേരിക്കക്ക് സാധിക്കുന്നില്ല ഇത് നിരോധിക്കാൻ എന്ന് ആരോ പറഞ്ഞു. ലോകത്ത് ഇന്നും ഇത്ര വലിയ വിദ്വാൻമാരുണ്ടായിട്ടും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതേ സമയത്ത് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള സമൂഹ സംസ്കരണ രീതിയിലൂടെ എന്താ സംഭവിച്ചു? മദ്യത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇസ്ലാമിന് സാധിച്ചു. അപ്പൊ നമുക്കും നമ്മുടെ സംസ്കരണ രീതിയിൽ ഈ ക്രമപ്രവൃദ്ധമായ ഈ എന്താ പറയാ വളരെ ഘട്ടം ഘട്ടമായിട്ടുള്ള സംസ്കരണ രീതി അവലംബിക്കാവുന്നതാണ്. പല ജാതി ശീലങ്ങളിൽ നിന്നും മാറാൻ, പലതരം വേണ്ടാധീനങ്ങളും ഒഴിവാകാൻ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ അത് പറ്റും. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത്, അതിന്റെ ശേഷം അങ്ങനെ ഉണ്ടല്ലോ ളുഹാസ്കാരം, ളുഹറിന്റെ മുമ്പ് ശേഷം അസറിന്, ഇങ്ങനെ നോക്കിയാൽ അതിനത്ര ചിലപ്പോൾ എന്താവില്ല, അത് നിലക്കൂല. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം മുതൽ കുറേശ്ശെ തുടങ്ങുക. റവാത്തീബ് മാത്രം തുടങ്ങി വെക്കുക. നിസ്കാരത്തിന് മുമ്പ് ശേഷമൊക്കെ ഉള്ളത് മനസ്സിലായില്ലേ? വിത്ർ ഒരു 3 റക്അത്തിലൊക്കെ തുടങ്ങി വെക്കുക, ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കുക. പിന്നെ മെല്ലെ മെല്ലെ തഹജ്ജുദിലേക്ക് എത്തുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ് നിസ്കരിച്ച് കിടന്ന് സുബഹി നിസ്കരിക്കൂല.
കാരണം ശീലമില്ലെങ്കിൽ. അപ്പൊ കുറേശ്ശെ വന്ന് അപ്പൊ അതിന് എന്താവും വെച്ചാൽ ഒരു ഉറപ്പുണ്ട്. പലിശ നിരോധിക്കുന്നതും ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നാട്ടുകാരുടെ മൊത്തം പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അന്ന് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു പലിശ. പക്ഷേ അവിടെ വെച്ച് തന്നെ പലിശയെ വിരോധിക്കുകയോ നിരോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടുന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഘട്ടം ഘട്ടമായി അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു ഘട്ടം നോട്ടൊക്കെ ഉള്ളവർക്ക് എഴുതിയേക്കാം. സൂറത്ത് റൂമിലെ 39 ആയത്താണ്. 30-39, അതായത് 30-ാം സൂറത്തിലെ 39-ാമത്തെ ആയത്ത്. ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ പലിശക്ക് നൽകുന്നത് അള്ളാഹുവിങ്കിൽ വളരുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സക്കാത്തുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവരാണ് തങ്ങളുടെ പ്രതിഫലം ഇരട്ടിയാക്കുന്നവർ. ഇങ്ങോട്ട് തോന വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുന്ന പലിശ നിങ്ങളെ സമ്പത്തിനെ വളർത്തുകയില്ല. അള്ളാഹുവിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് നിങ്ങളുടെ സമ്പത്തിനെ വളർത്തും. ഇത് പെട്ടെന്ന് ഒരു ഭൗതികമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. കാരണം ഒരാൾക്ക് 1000 റുപ്യ കൊടുത്തു 1100 ഇങ്ങോട്ട് കിട്ടുന്നതാണല്ലോ പലിശ. അതല്ലേ വളരുക. അപ്പൊ 2000 കൂടെ, അപ്പൊ 2200 മൂന്നാൾക്ക് കൊടുത്ത് 3300 ഇങ്ങനെ കൂടൂലേ എന്ന് നമ്മൾ വിചാരിക്കുക. സക്കാത്തോ, സക്കാത്ത് നമ്മൾ വിഹിതം കുറഞ്ഞു വരികയല്ലേ ചെയ്യുക. 100 റുപ്യയിൽ 2.5 റുപ്യ കൊടുത്തു, അപ്പൊ ബാക്കിയല്ലേ ഉള്ളൂ. പിന്നെ 200 റുപ്യയിലാകുമ്പോൾ 5 റുപ്യ എടുത്തു, അപ്പൊ ഇനിയും ബാക്കി, ഇങ്ങനെ കുറയല്ലേ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ മൊത്തത്തിൽ ഒരു സമ്പൽഘടനയെ പരിശോധിക്കുമ്പോൾ സക്കാത്ത് കൊണ്ട് വളർച്ച ഉണ്ടാകും, പലിശ കൊണ്ട് വളർച്ച ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാകും. നമ്മളൊരു സമൂഹത്തില് സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് കിട്ടുന്ന ആളുകൾക്ക് പർച്ചേസിങ് കപ്പാസിറ്റി വർദ്ധിക്കും, വാങ്ങൽ ശേഷി കൂടും. ആദ്യം തന്നെ കിട്ടുന്ന സക്കാത്തും കൊണ്ട് ഇയാൾ പാഞ്ഞു പോയിട്ട് ഭക്ഷണം വാങ്ങും. അത് വാങ്ങുകയാണ് ചെയ്യുന്നത് പൈസ കൊടുത്തിട്ട്. അപ്പോൾ ആ കച്ചവടക്കാരന് കച്ചവടം കിട്ടി, ഹോൾസെയിൽ കച്ചവടക്കാരന് കിട്ടി, കമ്പനിക്കാരന് കിട്ടി, സമൂഹത്തിൽ ഈ പൈസ കറങ്ങും. അതേ സമയത്ത് പലിശയാണെങ്കിൽ 1000 റുപ്യ ഇങ്ങനെ വെച്ചാൽ 1100 ആവൂലല്ലോ, കള്ളത്തരാണുള്ളത്. അപ്പൊ ഈ വാങ്ങുന്ന ആൾക്ക് വീണ്ടും വീണ്ടും ദാരിദ്ര്യം വർദ്ധിക്കും. അപ്പൊ സമൂഹത്തിൽ ആ പൈസ കറങ്ങുന്നില്ല. അപ്പൊ മൊത്തം സമൂഹത്തിന്റെ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഇന്ത്യയൊക്കെ അകപ്പെട്ടിട്ടുള്ള വലിയ കെണി അതാണ്. രാജ്യം തന്നെ അങ്ങനെ ഒരു അബദ്ധത്തിലാണ് ഉള്ളത്. രാജ്യത്തെ പൗരന്മാരും അത്തരം അബദ്ധത്തിലാണ് ഉള്ളത്. അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ ഘട്ടത്തിൽ സൂറത്തു നിസാ 160, 161 അവർ പലിശ വാങ്ങിയത് കൊണ്ടും, അവർ എന്ന് പറഞ്ഞാൽ യഹൂദികൾ, യഥാർത്ഥത്തിൽ യഹൂദികളുടെ നിയമത്തിലും പലിശ വാങ്ങാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ അവരത് ലംഘിച്ചു. അള്ളാഹ് പറയാണ്, അവർ പലിശ വാങ്ങിയത് കൊണ്ടും തീർച്ചയായും അവരിലെ സത്യനിഷേധികൾക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ആയത്ത് വന്നത്. ആലു ഇമ്രാനിലെ 130. അത് ഇപ്പൊ ചർച്ച ചെയ്യുന്ന ആയത്താണ്. ഇരട്ടിയായുള്ള പലിശ രീതികൾ വിശ്വാസികൾക്ക് വ്യക്തമായി നിഷിദ്ധമാക്കുകയുണ്ടായി. അപ്പൊ ഇസ്ലാം കൂട്ടുപലിശയെ മാത്രമാണ് നിരോധിക്കുന്നതെന്ന് പറയുന്നവർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം, പലിശയുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഇറക്കിയ ഏക ആയത്തല്ല ഇത്. പലിശയുമായി ബന്ധപ്പെട്ട് ഘട്ടം ഘട്ടമായി അതിനെ വിലക്കിയതിൽ ഒരു ഘട്ടത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ
പറയുന്നത്. ഇനി നാലാമത്തെ ഘട്ടം, അത് സൂറത്തുൽ ബഖറ 275 മുതൽ 279 വരെ. അത് ചെറുതായാലും വലുതായാലും പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ളതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശ ഇനത്തിൽ ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തു നിന്ന് നിങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തെപ്പറ്റി അറിഞ്ഞുകൊള്ളുക. അപ്പോ അള്ളാഹു ഒരാളോട് യുദ്ധം ചെയ്താൽ പിന്നെ മോന്റെ കഥ എന്താ? വേറെന്തോ പറയണോ? അപ്പൊ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും യുദ്ധപ്രഖ്യാപനമാണ് പലിശ ഇടപാടുകാരോടുള്ളത്. മദ്യപാനികളോട് അങ്ങനെ ഒരു യുദ്ധപ്രഖ്യാപനമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കാന്നല്ലോ. ആകെ മൊത്തം ഒന്നും ഇപ്പൊ ക്ലാസ്സില് അതിന് ചെറിയ ഉപകാരം ഉണ്ടെന്ന് മൂപ്പര് പറഞ്ഞ് എന്ന് അങ്ങനെ പറയരുത്. അതായത് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ടവരായിട്ട് കാണുന്ന ഒരു കൂട്ടരാണ് കുടിയന്മാര് എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ കാലത്തും കുടിയന്മാരെയാണ് നമ്മൾ കാണുന്നുള്ളൂ, മറ്റേതിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ മദ്യപാനികളായ ഒരാള് മദ്യപാനിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ മോളെ കെട്ടിച്ചു കൊടുക്കൂല, എപ്പോഴും ചെയ്യൂല. സംഗതി ആരാപ്പ കുറച്ച് കുടിക്കാത്തതെന്നൊക്കെ ബ്രോക്കർ ചോദിച്ചാലും അങ്ങനല്ലോ, ഇപ്പൊ ചെറുപ്പക്കാരാകുമ്പോ ലേശം കമ്പനി കൊടുക്കുക ചെയ്യൂലേ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരാക്കാൻ നോക്കിയാലും അറിഞ്ഞുകൊണ്ട് ചെയ്യൂല. പിന്നെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ചിലപ്പോൾ വന്നിട്ട് ഓപ്പർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മോളെ ഈ വലിയ പ്രശ്നമാക്കണ്ടപ്പോ അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചില വാപ്പാര് ചോദിച്ചോളൂ. അങ്ങനെ ഉള്ളൂ. പക്ഷെ അതേസമയം ഇപ്പോഴും അത് ഒരു മോശമായിട്ട് തന്നെ. പക്ഷെ അവർക്ക് ശിക്ഷയുണ്ട്, അവരുടെ ജീവിതത്തിൽ തകരാറ് സംഭവിക്കും. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് പറയുന്നത്. കാരണം ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിവേചനാധികാരം അല്ല തന്നത്, അല്ലെ, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ആരാ മുമ്പിൽ നിൽക്കണമെന്ന് അറിഞ്ഞൂടാ, എന്താ പറയേണ്ടേ അറിഞ്ഞൂടാ, ഒന്നും അറിയില്ല. അപ്പൊ നമ്മളിപ്പോ തീയിനെ പേടിക്കണം എന്തുകൊണ്ടാണ്? തീ കൊണ്ട് കളിക്കുമ്പോൾ ഒന്ന് കരുതുന്നത്, മൂർച്ചുള്ള കത്തി കൊണ്ട് കളിക്കുമ്പോൾ ഒന്ന് കരുതുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ബോധം ഉണ്ടായതുകൊണ്ടാണ്. ഇത് മുറിയുന്ന സാധനമാണ്, ശ്രദ്ധിക്കണം. ആ ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തും കളിക്കാം. അപ്പൊ അതൊരു ധൈര്യമല്ല, അതെന്താണ്? അതൊരു ബോധക്കേടാണ്, ധൈര്യം എന്നല്ല അതിന് പറയേണ്ടത്. അപ്പൊ അതിനാണല്ലോ ഈ മദ്യം കൊണ്ട് സംഭവിക്കുന്നത്. മദ്യം മാത്രമല്ല, ലഹരി കൊണ്ട് സംഭവിക്കുന്നത്. ആ ആ അതെ, അത് നമുക്ക് പറയാം. അപ്പോ പക്ഷേ മദ്യപാനത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നോ അള്ളാഹുവിൻ്റെ യുദ്ധപ്രഖ്യാപനമുണ്ട് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മദ്യപാനികൾക്ക് ശിക്ഷ കിട്ടും, ചെയ്യാൻ പാടില്ല, നരകാവകാശിയായി തീരും, ഒക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹു റസൂലും യുദ്ധപ്രഖ്യാപനം നടത്തിയത് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോ അത് തന്നെ ഈ തഅ്കുലു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് മാഷിപ്പ പറഞ്ഞത്. അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ ചർച്ച ഉണ്ട്. നമ്മളൊരു സാധനം ഭക്ഷിച്ചാൽ അത് വയറ്റിൽ മാത്രമല്ല നിൽക്കുക, അതെന്ത് സംഭവിക്കും?
അത് മൊത്തത്തിൽ നമ്മുടെ രക്തത്തിലേക്കും നമ്മുടെ സ്വഭാവത്തിലേക്കും നമ്മുടെ എല്ലാ സംഗതികളിലേക്കും അതെന്താവും പോവും. അപ്പം അതുകൊണ്ടാണ് ആ പദം ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊന്നും പക്ഷെ അതിനെ എങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഇത് ഭക്ഷിക്കുന്നതിന് മാത്രമാണ് പ്രശ്നം എന്ന് വിചാരിക്കാൻ പാടില്ല, പലിശ കൊണ്ട് വേറുള്ള ഉപയോഗങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ പലിശ ഘട്ടം ഘട്ടമായി കൊണ്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നു? വിരോധിക്കുന്നു. അതിലുള്ള ഒരു ഘട്ടം മാത്രമാണ് ഈ ആയത്തിൽ പറയുന്നത്, പലിശയായുള്ളതെല്ലാം. അതുകൊണ്ടാണ് ലഅനല്ലാഹു ആക്കില റിബാ വ മുക്കിലഹു വ കാതിബൈഹി വ ഷാഹിദൈഹി. പലിശ തിന്നുന്നതും തീറ്റുന്നതും സാക്ഷി നിൽക്കുന്നതും എഴുതി വെക്കുന്നവരും എല്ലാവരും, കാത്തിബഹു വ ഷാഹിദൈഹി, എഴുതി വെക്കുന്നവരും സാക്ഷികൾ രണ്ടാളാണല്ലോ, സാക്ഷി നിൽക്കുന്നവരും എല്ലാവരും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ജാഹിലിയ കാലത്ത് തന്നെ ഇതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവര് പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലു റിബ, പലിശ എന്ന് പറഞ്ഞാൽ കച്ചവടം പോലെ തന്നെ അല്ലേ എന്നായിരുന്നു അവര് പറഞ്ഞിരുന്നത്. 10 രൂപന്റെ സാധനം വാങ്ങിയിട്ട് 15 രൂപക്ക് വിൽക്കുമ്പോൾ 5 രൂപ ലാഭമെടുക്കുകയല്ലേ ചെയ്യുന്നത്. 1000 രൂപ ഒരാൾക്ക് കൊടുത്ത് 1100 വാങ്ങുമ്പോൾ അതും ലാഭം എടുക്കുക തന്നെയല്ലേ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു കച്ചവടം അനുവദനീയമാക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പലിശയും കച്ചവടവും എന്തല്ല, ഒരുപോലെയല്ല. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിവാഹ ബന്ധത്തിലൂടെ ഒരു കുഞ്ഞുണ്ടാകുന്നതും വ്യഭിചാരത്തിലൂടെ കുഞ്ഞുണ്ടാകുന്നതും ബയോളജിക്കലായിട്ട് ഒരുപോലെ തന്നെയാണ്. സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടാവുന്നു, ഗർഭിണിയാവുന്നു, അല്ലെ, കുട്ടി വളരുന്നു, പ്രസവിക്കുന്നു. അത് നിക്കാഹിലൂടെ, നല്ല ബന്ധത്തിലൂടെ, നാട്ടുകാരൊക്കെ വന്ന് ഒരുമിച്ച് കൂടി ചോറയിച്ച് പിരിഞ്ഞിട്ടായ ബന്ധത്തിലൂടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വ്യഭിചാരത്തിലൂടെയും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്ത്, ശാരീരികമായി ബയോളജിക്കലായിട്ട് നോക്കുമ്പോൾ കുഞ്ഞുണ്ടാവുന്ന പ്രോസസ്സ്, അതിൻ്റെ പ്രക്രിയയൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഒന്ന് ഹറാമാണ്, ഒന്ന് ഹലാലാണ്. ഒന്ന് സൽക്കർമ്മമാണ്, ഒന്ന് ദുഷ്കർമ്മമാണ്. എന്താ ഇപ്പൊ വ്യത്യാസം? ഒന്ന് നിയമപരമാണ്. ആ നിയമപരമാണ് എന്ന് പറഞ്ഞാൽ ഏത് വിവാഹത്തെയും ആ അർത്ഥത്തിൽ ഇസ്ലാം ആദരിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിങ്ങളാണെങ്കിൽ നിക്കാഹ് ചെയ്യാണ് വേണ്ടത്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണെങ്കിൽ അവരവരുടേതായ വിവാഹ രീതി ആണ് അവലംബിക്കുക. ആ വിവാഹ രീതിയെ പോലും ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിവാഹമായി പരിഗണിക്കുന്നുണ്ട്. ഇത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമാണ്. ഇസ്ലാമിനെ കുറിച്ച് എപ്പോഴും അത് വളരെ റിജിഡാണ്, വളരെ സങ്കുചിത എന്നൊക്കെയാണല്ലോ വിചാരിക്കുക. ഒരാൾ അമ്പലത്തിൽ പോയോ പോകാതെയോ നിറപറയുടെയും നിലവിളക്കിൻ്റെയും സാന്നിധ്യത്തിൽ താലി കെട്ടി കല്യാണം കഴിച്ചു. ഇസ്ലാം അതിനെ കാണുന്നത് വിവാഹമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ചർച്ചിൽ പള്ളിയിലച്ഛൻ്റെ മുമ്പിൽ പോയിട്ട് ക്രിസ്ത്യാനികളായ ആളുകൾ വിവാഹം ചെയ്യും. ഇസ്ലാം അതിനെ കാണുന്നത് വിവാഹമായിട്ട് തന്നെയാണ്. പവിത്രമായ വിശുദ്ധമായ വിവാഹമായിട്ടാണ്. നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ അങ്ങനൊന്നും കല്യാണിക്കാൻ പാടില്ല. മുസ്ലിമാണെങ്കിൽ നിങ്ങൾ കല്യാണിക്കേണ്ടത് എങ്ങനെയാണ്? നിക്കാഹ് തന്നെയാണ്. നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വിവാഹം ചെയ്യുകയാണെങ്കിൽ ആ വിവാഹത്തെ ഇസ്ലാം കാണുന്നത് പവിത്രമായ ഒരു കാര്യമായിട്ടാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു മനസ്സിലാവാത്തമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? പവിത്രം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമെല്ലാം. മനസ്സിലായോ? ഒരാൾ വിവാഹമൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ ഈ ലിവിങ് ടുഗദർ ഇല്ലേ,
കുറച്ചു കാലം ഒന്നിച്ച് ജീവിച്ചു നോക്കുക, പറ്റൂല ഒഴിവാക്കുക എന്ന് പറയുന്നത്. മതിയാവുന്നവരെ സ്നേഹിക്കുക എന്നല്ല ഇസ്ലാം, മരിക്കണവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാം. മതിയാവുന്നവരെ സ്നേഹിക്കുക എന്നതല്ല ഇസ്ലാം ഉള്ളത്. ഇസ്ലാം ഉള്ളത് മരിക്കണവരെ സ്നേഹിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതായാലും ഇപ്പൊ രാവിലെ വരെ ബസ് ഉണ്ട് പറഞ്ഞ മാതിരിയാണ്. രാവിലെ ആയ പിന്നെ എന്തായാലും ബസ് ഉണ്ട്. രാവിലെ വരെ ബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ അടുത്ത് പോയി നിന്നാൽ മതി. രാവിലെ വരെ ബസ് കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാവിലെ ആയാൽ ബസ് ഉണ്ടാവില്ല എന്നല്ല. രാവിലെ ഏതായാലും ബസ് എന്ന് പറഞ്ഞ പോലെ മരിക്കണവരെ സ്നേഹിക്കുന്ന ആൾക്കാർ മരിച്ചതിന് ശേഷവും പിന്നെ എന്തായിരിക്കും? സ്നേഹത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇസ്ലാം കാണുന്നത് മരിക്കണവരെ സ്നേഹിക്കലാണ്, അതിനുള്ള പ്രാർത്ഥനയാണ്. അതേ സമയത്ത് ഭൗതികന്മാര് മതിയാവണവരെ സ്നേഹിക്കുക എന്നാണ്. അതാണ് ലിവിങ് ടുഗദർ. മതിയായി കഴിഞ്ഞാൽ ഒക്കോള വഴി ഓനോൻ്റെ വഴി. അതിന് പവിത്രതല്ല, അതിന് പവിത്രതല്ല. അതേ സമയത്ത് താലി കെട്ടി കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദു കുടുംബം അവർ ചെയ്യുന്ന കർമ്മത്തിന് പവിത്രതയുണ്ട്. അതേ സമയത്ത് അത് വ്യഭിചാരമല്ല, വ്യഭിചാരമായി ഇസ്ലാം കാണുന്നില്ല. ഒരു മുസ്ലിമായ ഒരാൾ നിക്കാഹ് ചെയ്യാതെ മറ്റേതോ രീതിയിൽ കല്യാണം നടത്തുകയാണെങ്കിൽ അത് വകുപ്പ് വേറെയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കരാറാണ്, അള്ളാഹുമായിട്ടുള്ള ഒരു കരാർ, ഷഹാദത്ത് ഇല്ല എന്ന് പറയുന്നു. ആ കരാർ ചെയ്ത ആളുകൾ പാലിക്കേണ്ടതായ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമം പാലിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് ആ നിയമത്തെ മാത്രമല്ല ആ കരാറിനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് തകരാറാകുന്നത്. ഇപ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള ഒരു കരാറാണ്. ആ കരാറ് പാലിച്ചാൽ ആ കരാറ് ഉള്ള ആളുകൾ നിക്കാഹ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അവരങ്ങനല്ല നിക്കാഹ് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്നത് നിക്കാഹിന്റെ മാത്രം തകരാറല്ല, പിന്നെയോ അള്ളയുമായിട്ടുള്ള കരാറിന്റെ ലംഘനമാണ്. അതുകൊണ്ടാണ് ഇത് പാപമാകുന്നത്. അള്ളയായിട്ട് ആ കരാർ ചെയ്യാത്തവരാണ് മറ്റു മതക്കാർ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിക്കാഹ് എന്ന നിയമം ഇല്ല. ആ അതിന് പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വിഭാഗങ്ങളിലും വിവാഹം എന്നൊരു കർമ്മം ഉണ്ടായത്. വൈവാഹിക ബന്ധം എല്ലാ സമൂഹത്തിലും ഉണ്ട്, അതില്ലാത്തൊരു സമൂഹമില്ല. എന്തുകൊണ്ടാണ്? വ്യഭിചാരം എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മുസ്ലിങ്ങൾ മാത്രമാണോ വിചാരിക്കുന്നത്? അല്ലല്ലോ, എല്ലാ വിഭാഗക്കാർക്കും അത് മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ എല്ലാവരിലും വിവാഹം എന്ന് പറയുന്നൊരു സംഗതി വന്നത്. അതുകൊണ്ടാണ് പൊതുവായ ചില നന്മകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എല്ലാവരിലും ബാധകമാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, എല്ലാവർക്കും അതുണ്ട്. അപ്പൊ അത് ഇന്ന ആൾക്കാർക്ക് ഇത് മാത്രമല്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരതിനെ പരലോകവുമായി ബന്ധിപ്പിക്കുന്നു. അത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ളതാകുന്നു. കിതാബുമായി അതിന് ബന്ധമുണ്ടാകുന്നു. അള്ളാഹുമായി ചെയ്ത കരാറിനെ അത് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അതാ വ്യത്യാസം. മറ്റേത് എല്ലാ സമൂഹത്തിലും ഇത് ഒക്കെ ബാധകമാണ്, ഇങ്ങനത്തെ ചില നിയമങ്ങളൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ വിഭാഗത്തിലെയും വിവാഹങ്ങളെ അള്ളാഹു അംഗീകരിക്കുന്നു എന്നത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. അതെന്താന്ന് വെച്ചാല്, ഒരു ഭാര്യയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു എന്ന് വിചാരിച്ചോളി. ഒരു ബാലകൃഷ്ണേട്ടനും ശ്രീമതി അടുത്തും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓല് പണ്ട് കല്യാണം കഴിച്ചത് എവിടുന്നാണ്? അമ്പലത്തിൽ നിന്നാണ്. 2-3 മക്കളും ഉണ്ട്. ഇവര് രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലി.
ഇനി ഇവർക്ക് രണ്ടാക്കും ജീവിക്കണമെങ്കിൽ വേറെ കല്യാണം കഴിക്കണോ? വേണ്ട. കാരണം എന്താണ്? ഓല് വിവാഹിതരാണ്. അപ്പൊ ഓല് വിവാഹിതനും നേരത്തെ നടത്തിയ വിവാഹം. അപ്പൊ അതിന് ഇസ്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇവിടെ വന്ന് നിക്കാഹ് കഴിക്കേണ്ടതില്ലാത്തത്. ബാലസ്നേട്ടം മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് വിചാരിക്കുക, ശ്രീമതിയെത്തി സ്വീകരിച്ചില്ല. അപ്പൊ വകുപ്പ് മാറും. ഇനി ബാലകൃഷ്ണേട്ടൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു പാത്തുമ്മക്കുട്ടിനെ വേറെ കെട്ടുകയാണെങ്കിലോ, ഞാൻ പണ്ട് അവിടെ പോയിട്ട് താലി കെട്ടിയതാണ്, എന്നാ പാത്തുമ്മക്കുട്ടിനെയും താലി കെട്ടാൻ അറിയാൻ പറ്റൂല. അവിടെ എന്ത് ചെയ്യണോ? നിക്കാഹ്. കാരണം ഈ പുതിയ കരാർ നിലവിൽ വന്നു കഴിഞ്ഞു. ഇയാൾ ഷഹാദത്ത് ചൊല്ലുന്നുള്ളൂ. ഈ കരാർ ചെയ്ത് കഴിയുന്നതോടുകൂടി പിന്നെ മറ്റേ കരാറും ബാധകമായി. അപ്പൊ നേരത്തെ കല്യാണം കഴിച്ച ആൾക്കാർ അവർ കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ രണ്ടുപേരും ഇസ്ലാമിലേക്ക് വന്നാൽ വേറെ കല്യാണം വേണ്ട, നിക്കാഹ് വേണ്ട, സാക്ഷി വേണ്ട, ഖത്തീബ് വേണ്ട, നമുക്കൊന്നും ഒരു പ്രസക്തിയുമില്ല, കുത്തുബക്കൊന്നും വിളിക്കൂല. അതേസമയം അവരുടെ കല്യാണം ഏത് കല്യാണം തന്നെയാണ്? നേരത്തെ കല്യാണം തന്നെ. അപ്പൊ ആ നേരത്തെ കല്യാണം ഇസ്ലാം അംഗീകരിക്കുന്നതുകൊണ്ടാണ്, ആക്ഷേപാർഹരല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കല്യാണത്തിന് നമുക്ക് സുഖമായിട്ട് പോകാം, പങ്കെടുക്കാം, വിവാഹ സദ്യ കഴിക്കാം, ആ കല്യാണത്തിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കാം. കാരണം എന്താണ്? അതും നിയമപരമായ വിവാഹമാണ്. അല്ലായിരുന്നു നിങ്ങൾ വിചാരിച്ചു നോക്ക്, അത് വ്യഭിചാരമാണ് എന്നാണ് നമ്മളെ സങ്കല്പമെങ്കിൽ നമുക്ക് അതിന് പോകാൻ പറ്റുമോ? അതിൽ കൂടാൻ പറ്റുമോ? അത് ശരി. അപ്പൊ അത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് അത്രയും കാലം പോയത്? അങ്ങനെ പോയരുത്. അത് ആ അർത്ഥത്തിൽ ശരിയാ. അങ്ങനൊരു സംഭവമില്ല. മിശ്ര വിവാഹം എന്ന് പറയുന്നത് ഒരു നിലവിലില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ സംഭവം ഇല്ല ശരിക്കും. എവിടെങ്കിലും കണ്ടിടോ നിങ്ങൾ മിശ്ര വിവാഹം? എവിടെങ്കിലും കണ്ടിടോ? മിശ്ര വിവാഹം എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? രണ്ട് മതക്കാർ തമ്മിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കുക? അങ്ങനെ ഇല്ല. എവിടെങ്കിലും നിങ്ങൾ കണ്ടിടണമെങ്കിൽ പറഞ്ഞുതരും, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ലാന്ന് ഒരു മുഹമ്മദ് ആക്ക ഒരു ശ്രീമതി തന്നെ ആയിക്കോട്ടെ, ശ്രീമതിനെ കല്യാണം കഴിക്കുകയാണ്. ഇതിനാണല്ലോ മിശ്ര എന്ന് പറയാ. നിങ്ങൾ വിചാരിക്കണത് മുഹമ്മദ് ആക്ക മുസ്ലിം, ശ്രീമതി ഹിന്ദു എന്നല്ലേ? യഥാർത്ഥത്തിൽ ഇയാൾ മുസ്ലിമും അല്ല, അവൾ ഹിന്ദു അല്ല. കാരണം ഇയാൾ മുസ്ലിം ആണെങ്കിൽ ഇയാൾ നിക്കാഹിലെ കഴിക്കൂ. ശ്രീമതി ഹിന്ദു ആണെങ്കിൽ പൂജാരിന്റെ മുമ്പ് താലി കെട്ടല്ലേ ചെയ്യൂ. താലി കിട്ടുക എന്ന് പറഞ്ഞ ഹിന്ദു നിയമം ഓള് ഒഴിവാക്കി, നിക്കാഹ് കഴിക്കുക എന്നുള്ള മുസ്ലിം നിയമം ഇയാൾ ഒഴിവാക്കിയ പിന്നെ ഇയാൾ മുസ്ലിം, ഓള് ഹിന്ദു ആവണം എങ്ങനെയാണ്? ഈ നിയമങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന ലിബറലുകളായി അവർ മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോഴാണ് എന്താകുന്നത്? മിശ്ര വിവാഹം ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ മിശ്ര ഉണ്ടാവൂല. നിരീശ്വരവാദിയായ ഒരു മുഹമ്മദ് നിരീശ്വരവാദിനിയായ ഒരു ശ്രീമതിയെ കെട്ടുമ്പോ എവിടെയാണ് മിശ്രം? സ്പെഷ്യൽ മാരേജ് ആക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ മിശ്രം എന്ന് പറഞ്ഞതില്ല, അത് തെറ്റാ. മിശ്ര വിവാഹം എന്നൊരു സംഗതി ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു കോവാലേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരിയായ ഒരു ആമിനെ കല്യാണം കഴിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കല്യാണം കഴിക്കണോടത്തേടാ മിശ്രം? ഇനി മിശ്രല്ല, അത് കമ്മ്യൂണിസ്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായിക്കണേ. അത് വളരെ ക്ലിയറാ. അപ്പൊ മറ്റേത് തട്ടിപ്പാ. ഏത്? മിശ്രം എന്ന് പറയുന്നത് തട്ടിപ്പാണ്. അങ്ങനല്ല. അപ്പൊ കാഴ്ചപ്പാടുകൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും
നിങ്ങളോട് പല തവണയായിട്ട് ആവർത്തിച്ച് പറയാറുണ്ട്, ഇസ്ലാമിനെ നിങ്ങളൊരു സമുദായമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നടക്കും. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇന്നലെ മരണപ്പെട്ട കണ്ണാടിക്കൽ അബൂബക്കർ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം KMCTക്ക് നൽകി മാതൃകയായി. അയാളിങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാവുക. അയാൾ പണ്ട് കാലം മുതലേ ഇസ്ലാം ഉപേക്ഷിച്ച് യുക്തിവാദിയായി ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അയാളുടെ ശരീരത്തെ ഹോസ്പിറ്റലിന് കൊടുക്കാൻ തീരുമാനിച്ചു. അതിലിപ്പോ എന്താ പ്രശ്നം? ഒരു യുക്തിവാദിയായ ഒരാളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ ഭാഗം അല്ലല്ലോ അയാള് യുക്തിവാദിയല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനെ ഒരു സമുദായമായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമുദായം എന്നതിനപ്പുറത്ത് ഒരു ആദർശമാണ്, അതൊരു ജീവിത വ്യവസ്ഥയാണ് എന്ന് പറയുമ്പോൾ അവിടെ മിശ്രത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, യെസ്. ആ ആ ആ ആ ദാമ്പത്യം ഉണ്ടാവില്ല, ക്യാൻസൽ ആവും. കാരണം എന്താന്ന് വെച്ചാൽ ചോദ്യം, ബാലകൃഷ്ണനും ശ്രീമതിയും കൂടി ജീവിക്കുമ്പോൾ ബാലകൃഷ്ണൻ മാത്രം ഇസ്ലാം സ്വീകരിച്ചാൽ ശ്രീമതിയായിട്ടുള്ള ബന്ധം എന്താവുന്നതാണ്. അതായത് ഇദ്ദേഹം ഈ കോൺട്രാക്റ്റിൽ നിന്ന് മാറി, അപ്പോൾ ഒരു തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ഇല്ല, കാരണം അത് പേഴ്സണൽ ലോ ആണല്ലോ, അന്നലക്ക് ഉണ്ടാവില്ല. അപ്പോ അതിനെക്കുറിച്ച് ചെറിയ ഒരു നേരിയ ഒരു നരമ്പ് ഒരഭിപ്രായം വേറുള്ളത്, മക്ക കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അതിന് ചില ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാമിക സമൂഹം ഇങ്ങനെ ശക്തിപ്പെടുകയും വ്യവസ്ഥാപിതമാവുകയും ഒക്കെ ചെയ്യുന്നതിന് മുൻപ് അത്തരം ദമ്പതികളിൽ ഒരാൾ മാത്രം മാറി വരികയും മറ്റേയാൾ അങ്ങനെ തന്നെ തുടരുകയൊക്കെ ചെയ്ത ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്ക് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരാൾ ആദർശമാറ്റം ഉണ്ടായ പിറ്റേന്ന് തന്നെ ബന്ധം വിച്ഛേദിക്കേണ്ടതില്ല, മറ്റാളും കൂടി ഇങ്ങോട്ട് കടന്നു വരാൻ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതൊക്കെ ഒരു സാധാരണ സംഭവം അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കേണ്ടെന്ന് മാത്രം. അല്ല, അത് ആരിഫ് തോറ്റല്ലോ. അത് യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അതെന്താന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഈ പറയണത് മനസ്സിലാവില്ല, പക്ഷെ എന്നാലും വിടില്ല. അതായത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ വിവാഹം ചെയ്യാമോ ഇല്ലേ എന്ന ഒരു ചർച്ച ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഒരു വിവാഹം ആലോചിക്കുമ്പോ വ്യഭിചാരത്തിലുണ്ടായ ഒരു മോളുണ്ട്, അവിടെ പോയി കെട്ടട്ടെ എന്നുള്ള ചർച്ച അല്ല അത് അവിടെ നടന്നത്. അത് തന്നെ എന്താ ചർച്ച എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ മോശമായിട്ട് നടക്കുന്ന കാലത്ത് ഒരു വ്യഭിചാരം ചെയ്തു. അയാളിപ്പോ മോശമായി നടക്കുന്ന ആളാണ്, പലയിടത്തും പലതും അയാൾ ചെയ്താണ്. എവിടെയൊക്കെയാണ് കുട്ടികളുള്ളതെന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞൂടാ, കുട്ടികളുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ പിന്നെ അയാൾ നന്നായി വിചാരിച്ചു, ഒന്നാവാലോ, അയാൾ മാറി നല്ല മനുഷ്യനായി ജീവിക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു വിവാഹം ചെയ്യാൻ വിചാരിച്ചു, വിവാഹത്തിലൂടെ വൈവാഹിക ബന്ധമൊക്കെ നടത്തി നന്നായിട്ട് ജീവിക്കാൻ. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അയാൾ കല്യാണം കഴിച്ചു. കല്യാണമൊക്കെ കഴിച്ചു കൊണ്ടുവന്ന് പിന്നെയാണ് ഇവർ തമ്മിൽ സംസാരിച്ച് ഹിസ്റ്ററി പറഞ്ഞ് നോക്കുമ്പോഴാണ് എന്ത് മനസ്സിലായോ? ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അത് മനസ്സിലാകുന്നതോടുകൂടി തന്നെ ആ ബന്ധം മുറിയും എന്നതാണ് മൂന്ന് മദ്ഹബിന്റെയും അഭിപ്രായം. അതിൽ തർക്കമൊന്നുമില്ല. അല്ല, അങ്ങനെ എന്തിനാ ബന്ധം മുറിയുന്നത്? കാരണം ഇസ്ലാം എന്ന് പറയുന്നത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് പിതാവിനോട് ചേർത്ത് പറയുന്നില്ലല്ലോ. വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ ഉമ്മനോട് ചേർത്തേ പറയൂ, പിതാവിനോട് ചേർത്ത് പറയില്ല, അനന്തരാവകാശം കിട്ടൂല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് സ്വാഭാവികമായി തന്നെ ബന്ധം മുറിയൂലല്ലോ എന്നത് മാത്ര ചർച്ച. അതെന്നെ ഖുർആനിലില്ല, ഹദീസിലില്ല, ഫിഖഹിന്റെ കിതാബിൽ അങ്ങനെ ഒരു സാധ്യത എങ്ങാനും ബിരിയാണി കൊടുത്തെങ്കിലോ എന്ന് ചോദിച്ചില്ലേ, അജാതി ഒരു സാധ്യതയിൽ നടന്ന ചർച്ചയാണ്. അങ്ങനെ സ്വന്തം ബന്ധം മുറിയൂല,
അയാൾ മുറുക്കി തന്നെ വേണം എന്നതാണ് ആകെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായോ? വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയുമായിട്ട് വിവാഹബന്ധം നടന്നു പോയാൽ അത് എൻ്റെ കുട്ടി തന്നെയാണെന്ന് ഇയാൾ മനസ്സിലാക്കുന്ന നിമിഷം സ്വാഭാവികമായി തന്നെ ബന്ധം മുറിയുമോ ഇല്ലയോ? സ്വാഭാവികമായി ബന്ധം മുറിയുമെന്നാണ് ഭൂരിപക്ഷ മതം. സ്വാഭാവികമായിട്ട് മുറിയൂല, പിന്നെ ഇയാൾ മുറുക്കി തന്നെയാണ് വേണ്ടത്. കാരണം ഇയാളുടെ കുട്ടിയായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റൂല എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെയാണ് എടുത്തിട്ട് സ്വന്തം മോളെ കെട്ടാന്ന് ഖുറാനിലുണ്ട് നീ ചങ്ങായി ലണ്ടനിൽ പോയിട്ട് പറഞ്ഞു. പണി വാങ്ങി പോകുന്നില്ല. അപ്പൊ ഫിഖ്ഹിന്റെ കിതാബിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിഖ്ഹ് എന്ന് പറയുന്നത് നിയമ പുസ്തകമാണ്. അപ്പൊ അവിടെ ഒരു നിയമത്തിൻ്റെതായ ഒരു ചട്ടക്കൂട്ടിൽ നിന്നേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരു സംഗതിക്ക് വേണ്ടി ഒരു നിയമം അത് പ്രശ്നമില്ല എന്ന് വിചാരിക്കാൻ പറ്റൂല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ വേറെ കിടക്കും. ഇത് തന്നെ ഇത് സ്വന്തം മോളാണ് എന്നങ്ങ് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അത് അനന്തരാവകാശത്തെ ബാധിക്കും, അത് മറ്റു വിവാഹ നിക്കാഹിനെ ബാധിക്കും, അങ്ങനെ കുറെ സംഗതിനെ അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ അവിടെ പറയില്ല. പിന്നെ എങ്ങനെ പറയാം? അതിൻ്റെ ഒരു പരിഹാരം വേറെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. ആ നിർദ്ദേശിക്കുന്നതിനെ നമ്മൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ മോൻ മരിച്ചാൽ മോന് സ്വത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നം ഇതാണ്. ആ ഒരു പാവല്ലേ എന്ന് വിചാരിച്ച് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. നിയമത്തിൽ അതില്ല. പിന്നെ എങ്ങനെ പരിഹരിക്കും? പരിഹരിക്കേണ്ടത് അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യണമെന്ന വേറെ ഒരു നിയമം കൊണ്ടാണ്. അങ്ങനെയാണ് എൻ്റെ സംഗതി. ഓക്കെ, അപ്പൊ നമ്മൾ പലിശയിൽ നിന്ന് കല്യാണത്തിലേക്ക് പോയത് എങ്ങനെയാന്ന് വെച്ചാല്, പലിശ എന്ന് പറയുന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. ആ പലിശ പോയിന്റ് ഓഫ് ഓർഡർ എങ്ങനെ എവിടെ മാറ്റണമെന്ന്? ഏത് രേഖ? കല്യാണ രേഖ. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മാറ്റാൻ കഴിയോ? പിന്നെ കല്യാണത്തിന് തന്നെ കല്യാണങ്ങൾ രേഖീയമായത് എപ്പോഴാണ്? നമ്മളിപ്പോൾ ബാഗൊക്കെ വാങ്ങി രജിസ്റ്ററൊക്കെ ആക്കി ഇങ്ങനെ അങ്ങനെ ഉണ്ടോ? പണ്ട് വന്നതിന് ശേഷമാണ് ഈ രേഖപ്പെടുത്തൽ തുടങ്ങി. മുമ്പ് 2 സാക്ഷികളെ മുൻനിർത്തി നിക്കാഹ് ചെയ്യലാണ്. അല്ലാണ്ട് എഴുതുക, ഒപ്പിടുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുക പരിപാടിയൊന്നുമില്ല. സമൂഹത്തിന്റെ സാമൂഹികമായ വികാസ പരിണാമ പ്രക്രിയയുടെ ഘട്ടങ്ങളിൽ ഉണ്ടായി വരുന്ന സാധനമാണിത്. ആധാറുണ്ടോ? മുമ്പ് ഉണ്ടോ? അളന്നു കൊടുക്കലുണ്ടോ? മുമ്പ് സ്ഥലം അത് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തോന്ന് അറിയില്ലാണോ? അപ്പൊ ഇങ്ങനെ നോക്കണോ എൻ്റെ പെരടി എത്ര പൊങ്ങണോ അതിനനുസരിച്ച് ഓൻ്റെ സ്ഥലമായി. ഇപ്പൊ അതല്ല, ഇപ്പൊ ആൾക്കാരും. അപ്പൊ അത് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വികാസത്തിൽ, സാമൂഹിക വികാസത്തിൽ ഉണ്ടാവുന്നതാണ്. നിക്കാഹ് സാധുവാകണമെങ്കിൽ എഴുത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ പള്ളി, പിന്നെ ചില പള്ളികളൊക്കെ പേടിപ്പിക്കും. നിങ്ങൾ ഇതിൻ്റെ പൈസ മറ്റേ അവിടെ നടക്കുന്ന പല ജാതി പരിപാടികളും ഉണ്ടാവുമല്ലോ, നേർച്ചകളും പല പരിപാടി, ഇതിന് തന്നില്ലെങ്കിൽ മറ്റേലും ഒപ്പിടൂല എന്നൊക്കെ പറഞ്ഞ് ബേജാറാക്കും. ഒപ്പിട്ടില്ല വേണ്ട, അത്രേ ഉള്ളൂ അതിൽ. അപ്പൊ രേഖ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം, അതോ ഇതുമായിട്ട് ബന്ധമല്ല. അതേപോലെ തന്നെയാണ് തലാഖും. ഒരാൾ പറയാ തലാഖ് പിന്നെ ചെല്ലണത് ആരും കേട്ടിയില്ല, ആരും കണ്ടിയില്ല എന്നാ കൂടി പറഞ്ഞാൽ ഇയാളൊന്നുകൂടി ചെല്ലാ തീർന്നില്ലേ. പക്ഷെ ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്യണമെങ്കിൽ രേഖ വേണ്ടി വരും. അതാണ് ശരി. അപ്പൊ പലിശയാണ് നമ്മളെ വിഷയം. ആ പലിശ എന്ന് പറയുന്നത് എല്ലാ പലിശയും അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. മദ്യം വിരോധിച്ചതുപോലെ ഘട്ടം ഘട്ടമായി തന്നെയാണ് വിരോധിച്ചത്. കച്ചവടവും പലിശയും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെയാണ് നമ്മൾ വിവാഹവും വ്യഭിചാരവും താരതമ്യപ്പെടുത്തിയത്. വിവാഹം എന്ന് പറയുന്നതിലൂടെ കുഞ്ഞുണ്ടാകുന്നതും വ്യഭിചാരത്തിലൂടെ കുഞ്ഞുണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പലിശയിലൂടെ ലാഭം കിട്ടുന്നതും കച്ചവടത്തിലൂടെ ലാഭം കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് അള്ളാഹു ഹലാലാക്കിയതും മറ്റൊന്ന് ഹറാമാക്കിയതും. അതെ അതെ. അതായത് സമ്പത്ത് കച്ചവടം ചെയ്യുമ്പോൾ അതില് എന്തുണ്ട് എന്ന് വെച്ചാൽ അധ്വാനം എന്ന ഒരു ചേരുവ വരുന്നുണ്ട്.
ഇപ്പം ഈ പലിശക്കാർ പറയൂ ഇല്ലാത്തതുകൊണ്ട് അധ്വാനം, വാങ്ങാത്തവൻ തരാത്തവനെ പോയിട്ട് കഴുത്തിന് കുത്തിപ്പിടിക്കണ്ടേ, വാങ്ങണ്ട. പക്ഷെ അത് ശരിയല്ല. കാരണം അത് യഥാർത്ഥത്തിൽ ഈ പൈസന്റെ മുകളിലുള്ള അധ്വാനമല്ല, പൈസന്റെ മുകളിലുള്ള റിസ്ക് അല്ല. ആ റിസ്ക് വേറെയാണ്. അത് കച്ചവടത്തിലും ഉണ്ട്. ഇപ്പൊ ഒരു സാധനം കച്ചവടം ചെയ്തിട്ട് അയാൾ പൈസ കൊടുത്തില്ലെങ്കിലും ഈ പണി ആടെ എടുക്കേണ്ടി വരും, പോയി വാങ്ങലും അടിക്കലും ഒക്കെ. പക്ഷെ അത് എക്സ്ട്രാ സാധനമാണ്, അത് പലിശയിലും വരും. അപ്പൊ അധ്വാനം എന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നതൊക്കെ അതിൽപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഏതായാലും ഇരട്ടിയായി എന്ന് പറയുന്നത് കൂട്ടുപലിശക്ക് മാത്രമാണ് ഇസ്ലാം എതിരുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമല്ല. എല്ലാ പലിശക്കും അത് ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണയം, കാറാണെങ്കിലും വീടാണെങ്കിലും പണയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്, പാടില്ലാത്തതാണ്. പണയവസ്തു ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് അതിൻ്റെ വാടക കൊടുക്കണം. ഇനി പൈസയായിട്ട് മാത്രമല്ല വിചാരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരാളെ അടുത്തുനിന്ന് ഞാൻ പൈസ കടം വാങ്ങി, അതിന് പകരം നിങ്ങൾ പറയാണ് എൻ്റെ കുട്ടീനെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ പോണ വഴിക്ക് അവിടെ ഇറക്കി കൊടുക്കണം. ഒരാളെ കുട്ടീനെ സ്കൂളിൽ ഇറക്കി കൊടുക്കണതിന് ഇസ്ലാമിന് വിരോധമല്ല. പക്ഷെ അത് അവൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങിയതിനുള്ള ഉപാധിയായിട്ടാണെങ്കിൽ അത് പലിശയായിട്ടാണ് കണക്കാക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം എനിക്ക് ചായ വാങ്ങി തരണം, ഈ ഇടപാട് തീർന്നവര് ചായ വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശ. അപ്പൊ എന്ത് കാര്യമായാലും എൻ്റെ കുട്ടിക്ക് ട്യൂഷൻ എടുത്തു തരണം, പലിശ ഒന്നും വേണ്ട, എനിക്ക് പലിശ ഒന്നും വേണ്ട, പക്ഷെ ഞാൻ അങ്ങോട്ടൊരു സഹായം ചെയ്ത സ്ഥിതിക്ക് ഇന്നിങ്ങോട്ടും ഒരു സഹായം എന്നുള്ളവർക്ക് പാടില്ല. അപ്പൊ മൻഫഅത്ത്, ഉപകാരമെടുക്കരുത്. ഏതിന് പകരമായിട്ട്? കടം കൊടുത്തതിന് പകരമായിട്ട്. കടം കൊടുത്തതിന് പകരമായിട്ട് ഉപകാരമെടുക്കുന്നതെല്ലാം പലിശയിലാണ് പെടുക എന്നർത്ഥം. EMI പലിശയാണല്ലോ. EMI പലിശ. EMIക്ക് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണ 16 കടലാസ് ഉണ്ട്. ആ കടലാസ് വായിച്ചു നോക്കിയാൽ അത് പലിശയാണെന്ന് മാത്രമല്ല, അതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു അപകടം, പലിശ എന്ന വ്യവസ്ഥക്ക് വേണ്ടി നിങ്ങൾ ഒപ്പിട്ടും കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് 25,000, ഞാൻ പറയുന്ന കണക്ക്, ഉദാഹരണം തെറ്റിയാലേ ഉദാഹരണം മാത്രമേ തെറ്റുള്ളൂ കേട്ടോ, കാര്യമൊക്കെ ശരിയാണ്. 25,000 രൂപയുടെ ഒരു സാധനം നിങ്ങൾ വാങ്ങുമ്പോൾ കച്ചവടക്കാരൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 5,000 റുപ്യ തന്നാൽ മതി, ബാക്കി EMI ആണ്. നിങ്ങൾ അക്കൗണ്ട് നമ്പറും സംഗതിയൊക്കെ പറഞ്ഞു തന്നാൽ ബാങ്കിൽ നിന്ന് മാസം 2,000 ഇങ്ങനെ എടുത്തിട്ട് അത് തീർന്നോളൂ, പലിശയൊന്നുമില്ല. ആകെ നിങ്ങൾ അതിന് തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3,000 രൂപ സർവീസ് ചാർജ് തരികയാണ് വേണ്ടത്. ആ 3,000 സർവീസ് ചാർജ് ഉൾപ്പെടെ ആദ്യത്തെ 2,000 അടവ് ഉൾപ്പെടെ 5,000 റുപ്യാണ് ഇപ്പം തരേണ്ടതുള്ളൂ എന്ന് പറയുന്നതാണല്ലോ EMI എന്ന് പറയുന്നത്. നമ്മൾ ആയിക്കോട്ടെ, അപ്പോൾ സൗകര്യമായി 5,000 റുപ്യക്ക് 25,000 റുപ്യൻ്റെ സാധനം കിട്ടും, പിന്നെ 2,000 അടച്ചാൽ അത് വീട്ടുകയും ചെയ്യാം, വീട്ടിലേക്ക് ഒരു ഉപകരണം അത്യാവശ്യമുള്ളതാണ്, ഓക്കെ. പക്ഷെ അന്നേരം നിങ്ങളോട് ഒരുപാട് കടലാസിൽ ഒപ്പിടിക്കുന്നു. ഈ കടലാസിൽ ഒപ്പിടിക്കുമ്പോൾ ആ കടലാസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാസത്തിലെ 2,000 അടവ് നിങ്ങൾ തെറ്റിച്ചാൽ ഒരടവ് തെറ്റുന്നതിന് ഇത്ര പൈസ, 2 അടവ് തെറ്റുന്നതിന് ഇത്ര പൈസ, ഇത്ര ശതമാനം, മൊത്തം അടവ് തെറ്റിയാൽ ഇത്ര ശതമാനം. എന്ത്? പലിശ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ 3,000 റുപ്യ സർവീസ് ചാർജ്, അപ്പൊ പലിശ ചെയ്ത ബാങ്കിൽ പോയിട്ട് പൈസ എടുത്താലും സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരുമല്ലോ, അങ്ങനെ ഞാനൊരു 3,000 റുപ്യ കൊടുത്തു എന്നല്ലേ ഉള്ളൂ? അല്ല. കാരണം ഇവിടെ പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് പൈസ ഉണ്ടാവുകയും 2,000 എല്ലാ മാസവും എടുത്തു പോവുകയും ചെയ്താൽ നിങ്ങൾ അധികം പൈസ കൊടുക്കണ്ട. ഇൻ കേസ് ഇല്ലെങ്കിലോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ നടത്തുന്നത് പലിശ ഇടപാടാണ്. അടവ് തെറ്റിക്കാത്തത് കൊണ്ട് അധികം പലിശ കൊടുക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. നടത്തുന്നത് പലിശ ഇടപാട്. അത് കച്ചവട സ്ഥാപനവുമായിട്ടല്ല നടത്തുന്നത്, ബജാജുമായിട്ടാണ് നടത്തുന്നത്.
നിങ്ങൾ വാങ്ങുന്ന മൊബൈൽ ഷോപ്പുകാരന് പൈസ ആര് കൊടുക്കും? ബജാജ് കൊടുക്കും. അയാൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ആരുമായിട്ട് ഇടപാട് നടത്തും? ബജാജ്. നിങ്ങൾ പൈസ തെറ്റിച്ചാൽ ജപ്തി നടപടിയായിട്ട് ആര് വരും? ബജാജ് വരും. ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് വാങ്ങിപ്പോയവരൊക്കെ വാങ്ങിപ്പോയി. ഇനി വാങ്ങാൻ പോകുമ്പോൾ കരുതിക്കോളി. കാരണം വെറുതെ നമ്മളെ സമ്പാദ്യത്തിലും വാങ്ങിപ്പോയവരുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒക്കെ മുഖം കാണുമ്പോൾ എനിക്ക് ഏകദേശം തോന്നുന്നുണ്ട് ആരൊക്കെ വാങ്ങിയെന്ന്. അത് ആയിക്കോട്ടെ, കഴിഞ്ഞു പോയത് കഴിഞ്ഞ്. ഇനി ഉള്ളത് ശ്രദ്ധിക്കുക. എന്താ പക്ഷെ അതിന് വേറെ വിധിയാണ്. മെഡിക്കൽ ഇൻഷുറൻസിന് വേറെ വിധിയാണ്. അപ്പൊ ഈ സാധനം വാങ്ങുന്ന EMI ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. പൈസ ഉണ്ടെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ ലേശം ഒച്ചപ്പാട് കൂടിയ മിക്സി തന്നെ ആയിക്കോട്ടെ അടിക്കണമെന്ന് വിചാരിക്കുക. ഇപ്പൊ ആകെപ്പാടെ ഒരു ഒരമാനം ഉണ്ടാക്കണ മിക്സിയാ പുരയുള്ളതെന്നുള്ളതല്ലേ പ്രശ്നം. ഒരാൾ പുരയിൽ വന്ന് ലൈം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അയാൾ മാത്രമല്ല അയാളെ പുരക്കാരെ കൂടി അറിയൂ. ഇതാണല്ലോ അതിനേക്കാളും നല്ലത് എന്താണ്? ഒച്ച ഉണ്ടാക്കൽ തന്നെയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.